ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ മൂവി എന്ന് പറയുന്നത് 2024 പുറത്തിറങ്ങിയ ഒരു അടിപൊളി ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് കേട്ടോ. ഒരു കൊച്ചു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം തന്നെ തന്നെ ദ്രോഹിച്ച് എല്ലാവരെയും വളരെ പൈശാചികമായി കൊന്നെടുക്കുന്ന പ്രേതമായി മാറുന്നു. ഓക്കെ, നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. സെമറാങ് എന്ന മനോഹരമായ ഒരു ഗ്രാമം. അവിടെ കുറേ കുട്ടികൾ കളിക്കാനായി ബാളൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്നലെ പോലെ നമ്മുടെ റബ്ബർ ബാളൊന്നും അല്ല കേട്ടോ, കുറെ ഇലകളൊക്കെ വെച്ചാണ് സംഭവം സെറ്റാക്കുന്നത്. അങ്ങനെ ബാളൊക്കെ വെച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ സന്ധ്യയായപ്പോൾ രണ്ടു കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും കളിയൊക്കെ നിർത്തി വീട്ടിലേക്ക് പോയി. അങ്ങനെ കളിക്കുന്നതിനിടയ്ക്ക് ബോൾ അവിടെയുള്ള ഒരു ചോളത്തോട്ടത്തിലേക്ക് തെറിച്ചു വീണു. ആ ഒരു ഏരിയ ഫുൾ അങ്ങ് ചോളകൃഷിയാണ്. ഇവരാണെങ്കിൽ ആ ബോൾ നോക്കി അതിന്റെ ഇടയ്ക്കൂടെ അങ്ങനെ നടന്നു. തിരിഞ്ഞ് നേരെ രാത്രി ആയതുപോലെ അവർ ശ്രദ്ധിച്ചില്ല. കൂടുതൽ ഒരു പയ്യൻ പറയുന്നുണ്ട്, വാ നമുക്ക് നാളെ വന്ന് നോക്കാം, നേരെ ഇരുട്ടി. പക്ഷെ മറ്റവൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പെട്ടെന്ന് അവരെ ബോൾ ഇവിടെയുണ്ട്, ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞ് ആരോ വിളിക്കുന്നുണ്ട്. അവന്മാർ ആരാണ് വിളിക്കുന്നതെന്ന് നോക്കി ആ വഴിയെ പോയി. പെട്ടെന്ന് മുൻപിൽ ഒരു പെൺകുട്ടി ബോളും കൊണ്ട് നിൽക്കുന്നു. ആ പെൺകുട്ടി ആണെങ്കിൽ ആ ബോളും കൊണ്ട് അവിടെ നിന്ന് ഓടി. അതിലെ ഒരു പയ്യൻ ബോൾ തിരികെ വാങ്ങാനായി അവളുടെ പിറകെ ഓടി. കൂട്ടുകാരൻ അവനെ കിടന്ന് വിളിച്ചെങ്കിലും അവൻ മൈൻഡ് പോലും ചെയ്തില്ല. പിറകെ ഓടിയ ആ കൂട്ടുകാരന് അവരുടെ ബോൾ തറയിൽ കിടന്ന് കിട്ടി. അവൻ ആ ബോൾ എടുത്തതും പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു. അങ്ങോട്ടേക്ക് നോക്കി അവന്റെ കിളി പോയി. കാരണം ആ ഒരു പെൺകുട്ടി ആ പയ്യനെ അച്ഛൻ പുച്ഛൻ തലക്കടിച്ച് കൊല്ലുവാണ്. ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മുഖം കണ്ടാലും നമ്മുടെ പകുതി ജീവൻ പോകും. പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ ജീവനും കൊണ്ട് വീട്ടിലേക്ക് ഓടി. കാര്യം പറഞ്ഞ് എല്ലാവരും പന്തമൊക്കെ കത്തിച്ച് ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് വരുവാണ്. അവിടെ പക്ഷേ ചോര മാത്രമേ കിടപ്പുണ്ടായിരുന്നുള്ളൂ. അധികം താമസിച്ചില്ല, തൊട്ടടുത്തുള്ള നദിയിൽ നിന്നും ആ പയ്യന്റെ ബോഡി കിട്ടി. സത്യത്തിൽ അത് ഭയങ്കര വല്ലാത്തൊരു സീനാണ് കേട്ടോ. കാരണം ആ ഒരു പയ്യന്റെ മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവനും കല്ലുകൊണ്ട് ഇടിച്ച് ഇല്ലാതാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം മരിച്ച പയ്യന്റെ അച്ഛനും നാട്ടുകാരും മറ്റേ ആ കൂട്ടുകാരന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, അവരാണ് ആ കുട്ടിയെ കൊന്നതെന്നാണ് മരിച്ച ആ പയ്യന്റെ അച്ഛൻ പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവനാണെങ്കിൽ ഇല്ല, ഞാനല്ല, അതൊരു പെൺകുട്ടിയാണ് ചെയ്തത്, അവളാണ് അവന്റെ തല പാറക്കല്ല് വെച്ച് അടിച്ചു തകർത്തത്, ഞാനത് കണ്ടതാണ്. പക്ഷെ ആ മരിച്ച കുട്ടിയുടെ അച്ഛൻ ഏത് പെൺകുട്ടി നീ കള്ളം പറയുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവിടേക്ക് മറ്റൊരാൾ വന്നു. അയാളുടെ പേരാണ് സാബ്ഡോ. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ആ പെൺകുട്ടി ഇപ്പോഴും ഇവിടെയുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ ആൾക്കാർക്ക് ചോദിച്ചു, ഏത് പെൺകുട്ടി, നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത്? സാബ്ഡോ അതിന് മറുപടിയായി സുമല എന്ന് പറഞ്ഞു. അതെ, അവൾ പിശാചിന്റെ കുട്ടിയാണ്. ശേഷം നമ്മുടെ സാബ്ഡോ അവരോടെല്ലാം സുമലയുടെ സ്റ്റോറി പറയുകയാണ്. അപ്പോൾ വായു ഫ്രണ്ട്സ്, നമുക്ക് കേൾക്കാം പിശാചിന്റെ കുട്ടി എന്ന സുമലയുടെ സ്റ്റോറി. 29 വർഷം മുൻപ് അവിടുത്തെ പ്രധാന പ്രമാണിയായ സോർജിമാൻ അയാളുടെ ഭാര്യ സുലാസ്ത്രീ, നമുക്ക് എളുപ്പത്തിന് സോർജി എന്നും സുല എന്നും വിളിക്കാം കേട്ടോ. സോർജി തന്റെ അങ്കിളുമായിട്ട് സീരിയസ് ഡിസ്കഷനിലാണ്. സംഭവം വേറെ ഒന്നുമല്ല, അവരുടെ ആ ഒരു ഗ്രാമത്തിൽ ഒരു ഫാക്ടറി വരാൻ പോവുകയാണ്. അതിനിടെ സോർജി തന്റെ ഭൂമിയുടെ കുറച്ച് ഭാഗം കൊടുക്കണം. അയാളാണെങ്കിൽ ആ ഒരു കാര്യത്തോട് ഒട്ടും യോജിച്ചില്ല. ദേഷ്യം വന്ന അങ്കിളാണെങ്കിൽ അവനെ കളിയാക്കി. കല്യാണം കഴിഞ്ഞ് 11 വർഷമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഒരു കുട്ടി പോലും ആയിട്ടില്ല, പിന്നെ നീ ഈ സ്വത്തെല്ലാം ആർക്ക് കൊടുക്കും? നമ്മുടെ സുലയാണെങ്കിലോ കുട്ടികൾ ഉണ്ടാകാനുള്ള ചികിത്സയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇന്ന് അങ്കിൾ കൂടി തന്നെ കളിയാക്കിയപ്പോൾ സോർജിക്ക് ദേഷ്യം വന്നു. അവൻ അവളോട് വന്ന്, എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കും. ഇത് കേട്ട പാവം അവൾ സങ്കടപ്പെട്ടുകൊണ്ട് വീടിന് പുറത്ത് വന്നിരുന്ന് കരഞ്ഞു. പെട്ടെന്നാണ് അവൾ അതിന്റെ തൊട്ടടുത്ത് നിന്ന് പണക്കാർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചത്. ഇവിടെ അടുത്ത ഗ്രാമത്തിൽ സ്ത്രീകളെ ഗർഭിണിയാകാൻ കഴിയുന്ന ഒരു മന്ത്രവാദിനിയുണ്ട്. ശേഷം ആ പണിക്കാർ ആ മന്ത്രവാദിനിയെ പറ്റി അങ്ങ് സംസാരിക്കുവാണ്. നമ്മുടെ സുല ഒട്ടും താമസിച്ചില്ല, അങ്ങോട്ടേക്ക് വച്ചു വിട്ടു. ഒരു വലിയൊരു നദിയൊക്കെ കടന്ന് കാടിന്റെ ഉള്ളിലാണ് സുല അന്വേഷിച്ചു ചെല്ലുന്ന ആ ഒരു മന്ത്രവാദിനി ഉള്ളത്. സംഭവം ആ ഒരു മന്ത്രവാദിനി സുലയോട് പറയുന്നുണ്ട്, ഞാൻ ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ യജമാനനായ പിശാചിന് വേണ്ടിയാണ്. നിന്നെ ഞാൻ ഗർഭിണിയൊക്കെ ആക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിനക്ക് ഒരേ സമയം 2 കുട്ടികൾ ഉണ്ടാകും. അതിൽ ഒരു കുട്ടി മനുഷ്യ കുഞ്ഞും മറ്റേത് വളരെ വികൃതമായി ജനിക്കുന്ന പിശാചിന്റെ കുഞ്ഞുമായിരിക്കും. അവരെ 2 പേരെയും നിങ്ങൾ 10 വയസ്സ് വരെ നല്ല പോലെ വളർത്തണം. അതിനുശേഷം ആ ഒരു വികൃതമായ ആ ഒരു പിശാചിന്റെ കുഞ്ഞിനെ ഈ പിശാച് തന്നെ വന്ന് തിരികെ കൊണ്ടുപോകും. എന്നാൽ ഇതിന് വിപരീതമായി സംഭവിച്ചാൽ നിന്റെ കുടുംബം പൂർണ്ണമായും നശിക്കും. സംഭവം എങ്ങനെയെങ്കിലും കുട്ടിയെ മതിയെന്ന് മാത്രം ചിന്തിച്ച സുല അതെല്ലാം സമ്മതിച്ചു. നമ്മുടെ മന്ത്രവാദിനി ഇവിടെ ഈ ഒരു കർമ്മങ്ങളൊക്കെ ജാഗ്രതയായി ചെയ്യുകയാണ്. ശേഷം ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചോരയും പിന്നെ എന്തിൻ്റെയോ പച്ച മാംസമൊക്കെ ഇട്ട് ആ ഒരു സംഭവം അവൾക്ക് കുടിക്കാൻ കൊടുത്തു. അത് കുടിച്ചതും അവളിങ്ങനെ ഒരു XYZ ഷേപ്പിലൊക്കെ വളഞ്ഞു പുളയുകയാണ് കേട്ടോ. പെട്ടെന്ന് ആ ഒരു മന്ത്രവാദിനി വന്ന് അവളുടെ വയറ്റിൽ പ്രസ് ചെയ്തതും അവൾ നേരെ പഴയ പോലെയായി. എന്നിട്ട് 2 മാസത്തിനുള്ളിൽ നീ ഗർഭിണിയാകുമെന്നും പറഞ്ഞ് അവളെ പറഞ്ഞയച്ചു. ആ മന്ത്രവാദിനി പറഞ്ഞ പോലെ തന്നെ 2 മാസത്തിനുള്ളിൽ സുല പ്രഗ്നന്റ് ആയി. ഇതറിഞ്ഞ സോർജിക്കും ഒത്തിരി സന്തോഷമായി. സംഭവം ഈ മന്ത്രവാദിനിയുടെ കാര്യമൊന്നും സുല സോർജിയോട് പറഞ്ഞിട്ടില്ല കേട്ടോ.
ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അവർ തങ്ങളുടെ കുട്ടികൾക്ക് കുമല എന്നും സുമല എന്നും 2 പേരിട്ടു. പിന്നീട് അങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഒത്തിരി കാത്തിരുന്ന് ഗർഭിണിയായതുകൊണ്ട് തന്നെ ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്ന ആ ഒരു ദിവസം വന്നിരിക്കുകയാണ്. സുല പ്രസവവേദന കൊണ്ട് പിടയുന്നതിനിടയ്ക്ക് ആ മന്ത്രവാദിനി പറഞ്ഞ പിശാചിനെ കാണുകയാണ് കേട്ടോ. പുറത്ത് തന്റെ കുട്ടികൾക്കായി കാത്തിരിക്കുന്ന സോഡ്ജിയും ഇവിടെ അകത്ത് പിശാചും. എന്താ അല്ലേ? അങ്ങനെ സുല ആദ്യത്തെ കുട്ടിയെ പ്രസവിച്ചു. പക്ഷെ അതിന് അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് ജീവനില്ല എന്ന് പറഞ്ഞ് അതിനെ അവർ തൊട്ടടുത്തുള്ള തൊട്ടിലിൽ കിടത്തി. ശേഷം സുല രണ്ടാമത്തെ പെൺകുട്ടിക്കും ജന്മം നൽകി. എന്നാൽ ആ കുഞ്ഞിനെ കണ്ട് അവർ അന്തം വിട്ടുപോയി. കാരണം അത് വളരെ വികൃതമായ ഒരു മനുഷ്യക്കുഞ്ഞിന്റെ യാതൊരു സാമ്യവുമില്ലാത്ത കുട്ടിയായിരുന്നു. ആ കുഞ്ഞിനെ ഒന്ന് കൈകൊണ്ട് എടുക്കാൻ പോലും കൂട്ടാക്കാതെ സോഡ്ജ് നേരെ പോയി ഒരു വാൾ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ശേഷം ഒരു ദയവുമില്ലാതെ ആ കുഞ്ഞിന്റെ നെഞ്ചിലൂടെ ആ വാൾ കുത്തിയിറക്കി. നമ്മുടെ സുല പാതി ബോധത്തിൽ പറയുന്നുണ്ട്, വേണ്ട, ആ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ ആരെ കേൾക്കാൻ. ആ കുഞ്ഞു മരിച്ചതും സുല ആദ്യം പ്രസവിച്ച അവർ മരിച്ചു എന്ന് കരുതി ആ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഇത് കണ്ട സോഡ്ജിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ കുമാല, അവർ ഇവൾക്ക് കുമാല എന്നാണ് പേരിട്ടത്. അവൾ എപ്പോഴും നേരെ ചൊവ്വയൊന്നും നടക്കുന്ന പോലുമില്ല. അതായത് 3 വയസ്സായിട്ടും അവൾ നല്ലപോലെ സംസാരിക്കാനോ നടക്കാനോ കഴിയുന്നില്ല. ഇവിടെ കുമാലയുടെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കുന്നത് ഒരു ആയയാണ്. ഇവിടെ കുമാല ചെറിയ കാര്യങ്ങൾക്ക് പോലും നല്ലപോലെ വാശി കാണിച്ചു. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന സോഡ്ജി തന്റെ കാര്യസ്ഥനോട് കയറെടുത്ത് അവളുടെ കാലുകൾ കെട്ടാൻ പറഞ്ഞു. എന്നിട്ട് സോഡ്ജി അവളെ വലിച്ചിഴച്ച് ഒരു തൊഴുത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ സുലയാകട്ടെ ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങനെ സോഡ്ജിയും കാര്യസ്ഥനും അവളുടെ കൈയും കാലും കെട്ടി ആ തൊഴുത്തിലിട്ടു. ഒരു ദിവസം നമ്മുടെ കുമാലയെ കാണാത്തത് കൊണ്ട് അവരെല്ലാം അവിടെയൊക്കെ തിരയുകയാണ്. കുമാല ആണെങ്കിലോ അവിടുത്തെ മാർക്കറ്റിൽ എങ്ങനെയോ എത്തി. അവിടുത്തെ കുറച്ച് വികൃതി പിള്ളേർ അവളെ കളിയാക്കിയും കല്ലെറിഞ്ഞും നല്ലപോലെ ഉപദ്രവിച്ചു. കൈയൊന്നും പൊക്കാൻ പോലും പറ്റാത്ത പാവം കുമാല തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതൊക്കെ സഹിക്കാനേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കാറയിലിരുന്ന് സോഡ്ജിയും സുലയും കാണുന്നുണ്ടെങ്കിലും ആ തലതെറിച്ച പിള്ളേരെ ഓടിക്കാനോ കുമാലയെ രക്ഷിക്കാനോ അവർ കൂട്ടാക്കിയില്ല. പകരം വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് മാർക്കറ്റിൽ വന്ന ദേഷ്യത്തിന് സോഡ്ജി പിന്നെയും അവളെ ആ തൊഴുത്തിൽ കൊണ്ടുവന്ന് ചാട്ടവാറ് കൊണ്ട് ക്രൂരമായി അടിച്ചു. ആ ആയ സോഡ്ജിയോട് അടിക്കരുതെന്നൊക്കെ കരഞ്ഞു പറഞ്ഞെങ്കിലും അത് മൈൻഡ് പോലും ചെയ്തില്ല. ശേഷം നമ്മുടെ ആയ ചാട്ടവാറ് കൊണ്ട് അടിച്ച കുമ്മലയുടെ മുറിവിലൊക്കെ മരുന്ന് വെച്ചു കൊടുത്തു. സത്യത്തിൽ പെറ്റമ്മേക്കാളും സ്നേഹമാണ് ആ ആയയ്ക്ക് കുമ്മലയോട്. എന്നിട്ട് ആയ ഒരു പാവക്കുട്ടിയെ നമ്മുടെ കുമ്മലയ്ക്ക് സമ്മാനമായി കൊടുക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, അടുത്ത ദിവസം കുമ്മലയുടെ 8ാമത്തെ ജന്മദിനമാണ്. കുമ്മലയ്ക്ക് ആ പാവക്കുട്ടിയെ ഒത്തിരി ഇഷ്ടമായി. അന്ന് രാത്രി കൃത്യം 12 മണി, അതായത് കുമാലയ്ക്ക് 8 വയസ്സായിരിക്കുകയാണ്. അവളാണെങ്കിൽ ആയ കൊടുത്ത് ആ പാവക്കുട്ടിയൊക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് കുമാല എന്നൊരു വിളി. അവൾ ചുറ്റിനു നോക്കി. അത് ആ അലമാരയുടെ വാതിൽ തുറന്ന് ഒരു രൂപം പുറത്തേക്ക് വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ കുമാലയുടെ ട്വിൻ സിസ്റ്ററായ അവളുടെ അച്ഛൻ കൊന്നുകളഞ്ഞ ആ ഒരു പിശാചിന്റെ കുട്ടിയില്ലേ, അതെ, നമ്മുടെ സുമാല. പേടിച്ചിരിക്കുന്ന കുമാലയോട് സുമാല പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ ഇരട്ട സഹോദരിയാണ്. നമ്മുടെ അച്ഛനും അമ്മയും നിന്നെ നല്ലപോലെ ഉപദ്രവിക്കുന്നുണ്ടല്ലേ, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. ഇന്നു മുതൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. ആദ്യം പേടിച്ച കുമാല ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ സെറ്റായി. ശേഷം അടുത്ത ദിവസം കാര്യമായിട്ട് എന്തോ പണിയെടുത്തുകൊണ്ടിരുന്ന സോഡ്ജി പെട്ടെന്ന് പിയാനോ വായിക്കുന്ന സൗണ്ട് കേട്ടു. സോഡ്ജിക്കാണെങ്കിൽ ഇത് കേട്ടതും ദേഷ്യം വന്നു. അയാൾ നേരെ അവളുടെ അടുത്തേക്ക് പോയി കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു. നമ്മുടെ സുലിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഇത്തവണ എപ്പോഴത്തെയും പോലെ അവൾ കരഞ്ഞതൊന്നുമില്ല. നേരെ സോഡ്ജിയുടെ അടുത്തേക്കാണ് അവൾ പോയത്. ഓ, പിന്നെയും വന്നോ, ഇനി നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ് അവൻ അവളെ നോക്കിയതും ഇപ്പൊ അവളുടെ കയ്യിലെയും കാലിലെയും ഒക്കെ വളവൊക്കെ മാറി നേരെ ഇരിക്കുകയാണ്. അവൾ നേരെ വന്ന് ആ മേശപ്പുറത്തിരുന്ന ഒരു പേൻ എടുത്ത് അവന്റെ കയ്യിൽ ഒറ്റ കുത്ത്. സൗണ്ട് കേട്ട് സുലയും ആയയും അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ അവർ വന്നപ്പോഴേ കൂമല പഴയ അവസ്ഥയിലേക്ക് മാറി. പക്ഷെ അന്ന് അയാൾ അവളെ ഒന്നും ചെയ്തില്ല. അടുത്ത ദിവസം അവളെ കൈയും കാലും ഒക്കെ കെട്ടി പാടത്ത് കോലം വയ്ക്കുന്ന പോലെ ആ പാടത്ത് കെട്ടി നിർത്തി. കൂമാല ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അമ്മ എന്ന് വിളിച്ചു. പക്ഷെ നമ്മുടെ സുല ആണെങ്കിൽ ഒരു ദൈവവുമില്ലാതെ പറഞ്ഞു, നീ നിന്റെ അച്ഛനോട് തെറ്റ് ചെയ്തിട്ടില്ലേ, മിണ്ടാതെ അവിടെ കിടന്നോ. സത്യത്തിൽ ആ ഒരു ഇൻസിഡന്റോട് കൂടി കുമലയ്ക്ക് അമ്മയോടുള്ള ഒരു സ്നേഹം പോലും ഇല്ലാണ്ടായി കേട്ടോ. അന്ന് രാത്രി സുലയും സോഡ്ജിയും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ കുമല വളരെ വ്യത്യസ്തമായിട്ട് ആ ഒരു ഡൈനിങ് ടേബിളിന്റെ പുറത്തിരുന്ന് മൂത്രമൊഴിച്ചു. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് സുലയെയും സോഡ്ജിയും മാറി മാറി നോക്കി. കലി കയറിയ സോഡ്ജി തന്റെ ഭൃത്യനെ വിളിച്ചിട്ട് അവളെ പിടിച്ച് മാറ്റാൻ പറഞ്ഞു. എന്നാൽ അയാൾ ഇവളെ പിടിച്ച് മാറ്റാൻ നോക്കിയത് നമ്മുടെ കുമലയല്ലല്ലോ. ഇപ്പോൾ അവൾ അയാളുടെ ദേഹത്തൂടെ ചാടി വീണ് അയാളുടെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് അയാളെ ഒരു പരുവമാക്കി. ഇത് കണ്ട് സുലയാണെങ്കിൽ ഒന്ന് നിർത്ത് കുമല എന്നും പറഞ്ഞ് നോക്കിയത് മുൻപിലത്തെ കണ്ണാടിയിൽ കുമലയുടെ തൊട്ടടുത്തായി പിശാചിന്റെ രൂപത്തിൽ സുമലയെയും സുല കണ്ടു. സംഭവമൊക്കെ കഴിഞ്ഞ് നേരം ഒത്തിരി വൈകിട്ടും കുമലയെ വീടിനുള്ളിൽ കാണാത്തത്
പറഞ്ഞുകൊണ്ട് ആ ആയിയും സുലയും അവളെ പുറത്തൊക്കെ തിരക്കി ഇറങ്ങി. അവിടെ പുറത്ത് ഒരു പട്ടിക്കൂടോ കോഴിക്കൂടോ പോലുള്ള ഒന്നിന്റെ ഉള്ളിലിരുന്ന് അവൾ എന്തിന്റെയോ പച്ച മാംസം തിന്നുമായിരുന്നു. ഇത് കണ്ട് സുലയ്ക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിൽ നല്ല പേടി തോന്നി. അടുത്ത ദിവസമായ അവളോട്, മോളെ, കഴിഞ്ഞ ദിവസം രാത്രി നീ എന്താണ് കാണിച്ചു കൂട്ടിയത്? നീ ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല. ഇല്ല, ഞാനല്ല അതൊന്നും ചെയ്യുന്നത്, അത് സുമലയാണ്. ഇതെല്ലാം കേട്ട് സുലയും പുറത്തു തന്നെ നിൽപ്പുണ്ട്. സുമലയോ? അതാര്? പക്ഷെ കുമല അതിന് മറുപടി ഒന്നും പറയാതെ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. നമ്മുടെ സുലയ്ക്കാണെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുവാണെന്ന് മനസ്സിലായി. അവൾ നേരെ ആ പഴയ മന്ത്രവാദിനെ കാണാൻ പോയി. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ആയ തന്റെ മകനോട് കുമലയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് സുലയുടെ പിറകെ പോയി. ഈ ആയയുടെ മകനാണ് കേട്ടോ തുടക്കത്തിൽ നമ്മൾ കണ്ട സുമലയുടെ കഥ പറയുന്ന സാബ്ഡോ. അങ്ങനെ സുല അറിയാതെ ആയ അവളെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ അവൾ ആ നദിക്കരയിലെത്തി. വഞ്ചിക്കാരനോട് ആ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. പക്ഷെ കഷ്ടകാലത്തിന് ആ മന്ത്രവാദിനി മരിച്ചുപോയിരുന്നു. അവിടെ നിന്ന് കരയുന്നത് കണ്ട സുലയെ കണ്ട് കാര്യമറിയാനായ സുലയോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. സുല കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറയുകയും ചെയ്തു. നമ്മുടെ സോൾജിയുടെ ഭൃത്യൻ അവളെ ആ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിടുവാണ്. തന്റെ യജമാനന്റെ മകളാണെന്ന ഒരു കരുണയും അയാൾ കാണിക്കുന്നില്ല. ഇതൊക്കെ കാണുന്ന ആയ ആണെങ്കിൽ സോൾജിയോട് കരഞ്ഞ് കാല് പിടിച്ചു പറയുന്നുണ്ട്, ആ കൊച്ചുകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കരുത്, അവളെ വെറുതെ വിടണം. പക്ഷെ സോൾജിയാണെങ്കിൽ ഇല്ല, അവൾ ഇപ്പോൾ കൂടുതൽ വഷളായി വരികയാണ്, അതുകൊണ്ട് അവൾ ഇത് അർഹിക്കുന്നു. അടുത്ത ദിവസം ആ മാർക്കറ്റിൽ വെച്ച് സുമലയെ കളിയാക്കുകയും തല്ലുകയും ഒക്കെ ചെയ്ത പിള്ളേരില്ലേ, അവർ ബോളൊക്കെ ആയിട്ട് കുമലയെ കളിക്കാൻ വിളിച്ചു. പാവം കുമല ആ പിള്ളേരുടെ വാക്ക് വിശ്വസിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. ആ പിള്ളേരാണെങ്കിലോ അവിടെ കിടന്ന ചെളിയെടുത്ത് അവളുടെ മുഖത്തൊക്കെ തേച്ച് അവളെ തള്ളിയിട്ട് അതൊക്കെ കണ്ട് കൈകൊട്ടി ചിരിക്കുവാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന ആയ പിള്ളേരെയൊക്കെ വഴക്ക് പറഞ്ഞു ഓടിച്ചു അവളെ ആശ്വസിപ്പിച്ചു. നേരെ നോക്കി അവൾ കണ്ടത് ഇത്രയും നടന്നിട്ടും ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു നിൽക്കുന്ന സോൾജിയെയും സുലയുമാണ്. അന്ന് രാത്രി ആ കുട്ടികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ അവിടെ വീടിന്റെ മുൻപിൽ നിൽക്കുവാണ് കേട്ടോ. പെട്ടെന്ന് അവിടെ ചെടിയുടെ ഇടയിൽ നിന്ന് വാ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞ് ആരോ അവനെ വിളിച്ചു. അവൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ കയ്യിൽ ഒരു കത്തിയുമായി നിൽക്കുന്ന കുമലയാണ് കണ്ടത്. അവളുടെ പിറകിലായി സുമലയുമുണ്ട്. പിന്നെ അവനൊന്ന് രക്ഷപ്പെടാൻ പോലും ഗ്യാപ്പ് കിട്ടിയില്ല. കയ്യിലുള്ള ആ കത്തി കൊണ്ട് അവൾ അവനെ വരഞ്ഞു മുറിച്ചു കൊന്നു. അവനെ കൊണ്ടൊന്നും തീർന്നില്ല അവളുടെ കാല്. അടുത്തത് അവളെ ദ്രോഹിച്ച കൂട്ടത്തിലെ മറ്റു 2 പയ്യന്മാരുടെ അടുത്തേക്കായിരുന്നു അവൾ പോയത്. അവന്മാർ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ പെട്ടെന്ന് കൂട്ടത്തിലെ ഒരുത്തന്റെ തലക്കിട്ട് കല്ലുകൊണ്ട് ഒരേറ്. അത് മറ്റാരുമല്ല, നമ്മുടെ കുമനാണ്. മരത്തിന്റെ മുകളിലിരുന്ന് എറിയുകയാണ്. കുമനല്ല കേട്ടോ, അവളുടെ ശരീരത്ത് കയറിയ സുമൻ 2 എറി എറിഞ്ഞപ്പോഴേ അവന്റെ കാറ്റുപോയി. മറ്റവനെയും അവൾ ആ ഒരു കത്തി കൊണ്ട് ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ വെട്ടിമുറിച്ചു കൊന്നു. അടുത്ത ദിവസം ഈ മരിച്ചു കിടക്കുന്ന കുട്ടികളെ തിരിക്കുന്ന നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നടക്കുവാണ്. പക്ഷെ ആ കുട്ടികളുടെ ബോഡി അവർക്ക് ആർക്കും കിട്ടിയില്ല. എന്നിട്ട് കൂട്ടത്തിലെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ആ മരിച്ച 3 കുട്ടികൾക്കും എന്താണ് സംഭവിച്ചതെന്നൊക്കെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുവാണ്. ചിലപ്പോൾ അവന്മാരെ കടുവ പിടിച്ചതായിരിക്കുമോ, അതോ ഇനി നമ്മളെ പറ്റിക്കാൻ അവർ ഒളിച്ചിരിക്കുവാണോ? പെട്ടെന്നാണ് കതക് താനെ തുറന്നത്. പുറത്തെ വാതിലിൽ കയ്യിലുള്ള ഒരു ബോളും മറ്റേ കയ്യിൽ ആ കത്തിയുമായി അവൾ നിൽക്കുവാണ്. ആ ബോൾ അവന്മാർക്ക് നേരെ ഇട്ടുകൊടുത്തു. ഇവന്മാരാണെങ്കിൽ ഓ ഇവളോ എന്നും പറഞ്ഞ് ആ ബോൾ എടുത്ത് അവളുടെ അടുത്തേക്ക് തിരികെ ഇട്ടു. പെട്ടെന്ന് ആ കളിയാക്കിയ പയ്യന്റെ വാക്കല്ലാത്ത സ്ഥലത്ത് ആ ബോൾ വെച്ച് അവൾ ഒറ്റ എറി കൊടുത്തു. ദേഷ്യം വന്ന് അവൻ അവളുടെ അടുത്തേക്ക് അടിക്കാനായി ചെന്നതും കയ്യിലിരുന്ന കത്തി കൊണ്ട് ഒറ്റ വീശൽ. സംഭവം അവനും ക്ലോസ്. ഇത് കണ്ട മറ്റൊരു പയ്യൻ അവളോട് ചോദിക്കാൻ വന്നതും അവനെയും അവൾ കുത്തി മലർത്തി. ബാക്കിയുള്ളവന്മാരെയും അവൾ വെറുതെ വിട്ടില്ല. എല്ലാത്തിനെയും ബ്രൂട്ടലായി തന്നെ അവൾ ആ ഒരു കത്തി കൊണ്ട് കാര്യം തീർത്തു. അടുത്ത ദിവസം കിണറ്റിൽ നിന്നും വെള്ളം കോരി ആയ കണ്ട അതിൽ നിന്നും ചോരയായിരുന്നു. ശേഷം അവിടുത്തെ പണിക്കാരെല്ലാം കൂടി അങ്ങോട്ടേക്ക് വന്ന് ആ കിണറ്റിലുണ്ടായിരുന്ന കൂട്ടത്തിലെ ഒരു പയ്യന്റെ ബോഡി പുറത്തെടുത്തു. ശേഷം എല്ലാവരും അവിടെ ആ ചോളത്തോട്ടത്തിലേക്ക് പോയപ്പോൾ തലേന്ന് അവൾ കൊന്ന ഓരോ കുട്ടികളുടെയും തല ഒരു കമ്പിൽ കൊരുത്തിട്ട് ബാക്കി ഭാഗം അതിനു ചുറ്റും കിടത്തേക്കുവാണ്. ശേഷം നാട്ടുകാരെല്ലാം കൂടി സോൾജിയുടെ വീട്ടിലേക്ക് വന്നു. ആ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് സോൾജിയാണ് ആ കുട്ടികളെ കൊന്നതെന്നാണ്. ഇത് കേട്ട സോൾജി, ഞാനോ? അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? കൂട്ടത്തിലെ ഒരാൾ ഒരു പാവ കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ മകളുടെയല്ലേ, ഇത് ആ കുട്ടികളുടെ ബോഡി കിടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. സത്യത്തിൽ ആ പാവ ആയ കുമന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. സോൾജി ഒരുവിധം നാട്ടുകാരെ തിരികെ പറഞ്ഞു വിട്ടു. എന്നിട്ട് സുലയും സോൾജിയും ആ തൊഴുത്തിലേക്ക് പോയി. കാരണം പകൽ മുഴുവൻ വീടിന്റെ റൂമിന്റെ ഉള്ളിലും രാത്രി ആ തൊഴുത്തിലുമാണല്ലോ. പിന്നെ എങ്ങനെ അവൾ രക്ഷപ്പെട്ട് പുറത്തു പോയി എന്ന് സോൾജി ചിന്തിക്കുമായിരുന്നു. പക്ഷെ തൊഴുത്തിൽ പോയി നോക്കിയപ്പോൾ അവിടെ വലിയൊരു ഹോൾ ഉണ്ടാക്കിയാണ് അവൾ പുറത്തു പോയതെന്ന് അയാൾക്ക് മനസ്സിലായി. ഇത് കണ്ട സോൾജി സുലയോട് പറഞ്ഞു, ഇല്ല, നമ്മുടെ കുമലയല്ല ഇത് ചെയ്തത്. കാര്യങ്ങളെല്ലാം അറിയുന്ന സുല പറഞ്ഞു, അതെ, കുമലയല്ല ചെയ്തത്, സുമലയാണ്.
പെട്ടെന്ന് സോൾജിക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നു. ഇപ്പോൾ സുമല കുമലയുടെ കൂടെയുണ്ട്. അവൾ കുമലയുടെ കൂട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ആ കുഞ്ഞിനെ കൊല്ലരുതെന്ന്. സോൾജിക്ക് ഒന്നും മിണ്ടാൻ പോലും കഴിഞ്ഞില്ല. അയാൾ വലിയ സ്നേഹത്തോടെ കുമലയോട്, മോളെ സുമലയാണോ ആ കുട്ടികളൊക്കെ കൊന്നത് എന്ന് ചോദിച്ചു. അതെ, സുമലയാണ്. ഞാൻ അവളോട് പറഞ്ഞതാണ് കൊല്ലരുതെന്ന്, പക്ഷെ അവൾ കേട്ടില്ല. ഇതെല്ലാം കേട്ട സോൾജി ആണെങ്കിൽ എപ്പോഴും വിളിക്കുന്ന ആ ഭൃത്യനെ വിളിച്ചിട്ട് അവളെ നല്ലപോലെ ബന്ധിക്കാൻ പറഞ്ഞു. ശേഷം സോൾജി കുറച്ചു ദൂരെയുള്ള അയാൾക്കറിയുന്ന ഒരു മന്ത്രവാദിയെ കാണാൻ പോയി. ഇവിടെ ആയ വന്ന് കുമലയുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നമ്മുടെ കുമല ആയോട് പറഞ്ഞു, നാളെ എന്റെ 10ാമത്തെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ ഇവിടുന്ന് പോകണം, ഇപ്പോൾ തന്നെ, ദൂരെ എവിടെയെങ്കിലും പോകണം. അത് പിന്നെ മോളെ, ഞാൻ പോയാൽ നിന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? പക്ഷെ കുമല വളരെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ആയയ്ക്ക് ആ വാക്ക് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ തങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് മകനെയും കൂട്ടി അവിടുന്ന് പോയി. ഉച്ച ആയപ്പോൾ കുമലയ്ക്ക് ഫുഡായിട്ട് ആ ഭൃത്യൻ വന്നു. ഇവിടെ ആ മന്ത്രവാദിയെ കാണാൻ വന്ന സോൾജിയോട് അയാൾ, നിങ്ങളുടെ ഭാര്യ ഒരു പിശാചുമായി കരാർ വച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അവൾ പ്രഗ്നന്റ് ആയത്. 2 പെൺകുട്ടികളാണ് നിങ്ങൾക്ക് ജനിച്ചത്. ഒന്ന് വളരെ മനോഹരമായ മനുഷ്യക്കുട്ടിയും മറ്റേത് പിശാചിന്റെയും. അവരെ 10 വയസ്സ് വരെ വളരെ സ്നേഹത്തോടെ വളർത്തണമായിരുന്നു. ശേഷം 10 വയസ്സാകുമ്പോൾ ആ വികൃതമായ കുഞ്ഞിനെ ആ പിശാചി തന്നെ വന്ന് കൊണ്ടുപോകും. അതിനുശേഷം ബാക്കിയുള്ള കാലം നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം. പക്ഷെ നിങ്ങൾ ആ കുഞ്ഞിനെ കൊന്നല്ലേ? എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് 12 മണിക്ക് അവൾക്ക് 10 വയസ്സാകും. ഇന്ന് അവൾ സുമലയായിട്ട് മാറും. ഇന്നത്തെ രാത്രി ഭയാനകമാണ്. എന്റെ മകളെ സുമലയിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ആ മന്ത്രവാദി ഒരു കത്തി കൊടുത്തത് ഇത് അവളുടെ നെഞ്ചിന്റെ വലതു ഭാഗത്ത് കുത്തിയിറക്കണം. എങ്കിലേ നിങ്ങൾക്കിനി രക്ഷയുള്ളൂ. ഇവിടെ രാത്രി സോൾജിയുടെ ഭൃത്യന് എന്തോ സൗണ്ട് കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കി. അവിടെ പുറത്ത് കുമല ഇരുന്ന് കരയുവാണ്. നീ ഇവിടെ എന്തെടുക്കുക? നിന്റെ കെട്ട് ആരാ അഴിച്ചു വിട്ടത്? പെട്ടെന്ന് അവൾ അവനെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിക്കുന്നുണ്ട്. അവൾ അവന്റെ മേലെ ചാടി വീണ് ആക്രമിക്കുവാണ്. അവൻ ഒരുവിധം രക്ഷപ്പെട്ട് സോൾജിയുടെ ആ വീട്ടിൽ കയറി കഥ കടച്ചു. പക്ഷെ അവൾ നൈസിന് ആ കഥയൊക്കെ കുത്തിപ്പൊളിച്ച് അകത്ത് കയറി ബാക്കി കാര്യം പറയണ്ടല്ലോ. തന്നെ ദ്രോഹിക്കാൻ കൂട്ടുനിന്ന് അയാളെ അവൾ കുത്തി മലർത്തി. രാത്രി വീടിനുള്ളിൽ പിയാനോ വായിക്കുന്ന സൗണ്ട് കേട്ട് സുല അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ കുമാല പിയാനോ വായിക്കുവാണ്. അവൾ കുമാല എന്ന് വിളിച്ചതും കുമാലയോ എന്ന് ചോദിച്ച് കയ്യിലിരുന്ന കത്തിയുമായി അവൾ സുലയുടെ നേരെ തിരിഞ്ഞു. സത്യത്തിൽ കുമാലയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് സുമാലയാണെന്ന് സുലയ്ക്ക് മനസ്സിലായി. സുല ഓടി റൂമിൽ ചെന്ന് കഥ കടച്ച് ലോക്ക് ചെയ്തെങ്കിലും അവൾക്ക് അത് പൊളിച്ച് ഉള്ളിൽ വരാൻ നിമിഷ നേരം മതിയല്ലോ. കുമലയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സുല നല്ലപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ആ കത്തി കൊണ്ട് സുലയുടെ കാല് വരിഞ്ഞു കീറി. നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? നീ നിന്റെ മകളെ വേണ്ട പോലെ നോക്കിയായിരുന്നു. എന്റെ നെഞ്ചിൽ കത്തി കൊണ്ട് ഇതുപോലെ ജനിച്ചപ്പോഴേ കുത്തി ഇറക്കിയില്ലേ? അപ്പം എനിക്ക് എത്രത്തോളം വേദനിച്ചിട്ടുണ്ട്. അത് ഞാനല്ലല്ലോ, നിങ്ങളുടെ അച്ഛനല്ലേ ചെയ്തത്. അപ്പൊ നീ എന്താ കുമലയെ നല്ലപോലെ നോക്കാഞ്ഞേ? അതെനിക്ക് മനസ്സിലായി. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എനിക്ക് അവസാനമായി കുമലയോടൊന്ന് സംസാരിക്കണം. ഇത് കേട്ടതും അവളുടെ ദേഹത്ത് നിന്നും സുമല ഇറങ്ങിപ്പോയി. അമ്മയുടെ ശരീരത്തിലെ ചോരയൊക്കെ കണ്ട് കുമല അന്തം വിട്ടു. കാരണം അവൾക്ക് അറിയില്ലല്ലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. മോളെ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നല്ലൊരു അമ്മയാകാൻ കഴിഞ്ഞില്ല. ഇത് കേട്ട് കുമല, അമ്മയോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞു തീരും മുൻപേ, പക്ഷെ ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുമല തിരികെ അവളുടെ ദേഹത്തേക്ക് കയറി സുലയെ കുത്തി മലർത്തി. നമ്മുടെ സോൾജി വീട്ടിൽ വന്നപ്പോൾ കണ്ടത് മരിച്ചു കിടക്കുന്ന തന്റെ ഭൃത്യനെയും ഭാര്യയെയുമാണ്. ഇതൊക്കെ എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് അയാൾ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പെട്ടെന്ന് അയാൾ തൊട്ടടുത്തുള്ള ഒരു ചാരകസേരയിൽ കുമലയെയും സുമലയെയും കണ്ടു. സോൾജി ആ മന്ത്രവാദി കൊടുത്ത കത്തിയെടുത്തതും സുമല കുമലയുടെ വായ തുറന്ന് അവളുടെ ശരീരത്തിനുള്ളിലേക്ക് കയറി. പക്ഷേ ഇപ്പോൾ കുമല മുഴുവനായും സുമലയുടെ കൂട്ട് ആ പിശാചിന്റെ കുട്ടിയായി മാറിയിരിക്കുകയാണ്. അവൾ സുലയെ കൊന്ന ആ കത്തിയും എടുത്ത് സോൾജിയുടെ പിറകെ ഓടി. പക്ഷെ ഓട്ടത്തിനിടയ്ക്ക് സോൾജിയുടെ കയ്യിൽ നിന്നും ആ മന്ത്രവാദി കൊടുത്ത കത്തി നഷ്ടപ്പെട്ടു കേട്ടോ. അയാൾ ഓടി ആ ഗ്രാമത്തിലുള്ളവരെ എല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് എന്റെ ഭാര്യ മരിച്ചു എന്ന് മാത്രം പറഞ്ഞു. ഇത് കേട്ട് ആ നാട്ടുകാരെല്ലാം അവിടേക്ക് ചെന്നു. ആളുകൾ സോൾജിയോട് ചോദിച്ചു, ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് കുമല. കുമലയോ? കുമലയാണോ ഇവരെ 2 പേരെയും കൊന്നത്? അല്ല, കുമലയല്ല. പക്ഷെ നമുക്ക് അവളെ കണ്ടുപിടിക്കണം. അങ്ങനെ നാട്ടുകാർ എല്ലാം ആ ചോളത്തോട്ടത്തിൽ കുമലയെ തിരയുവാണ്. സോൾജി ആ മന്ത്രവാദി കൊടുത്ത കത്തി കയ്യിലെടുത്ത് ഒരു വിളക്കുമായി അവളെ സ്ഥിരം കെട്ടിയിടുന്ന ആ തൊഴുത്തിൽ പോയി നോക്കി. ശേഷം അവിടെ നിന്നൊരു ചാക്കും കത്തിയും എടുത്ത് അവളെയും തിരക്കി ആ ചോളത്തോട്ടത്തിലേക്ക് പോയി. അവിടെ അതിന്റെ ഉള്ളിൽ സുമല നിൽക്കുവാണ്. അവളുടെ ആ ഒരു രൂപവും ആ നോട്ടവും ചിരിയും കണ്ടാലുണ്ടല്ലോ നമ്മൾ സ്പോട്ടിൽ തീരും. സോൾജി കയ്യിൽ കിട്ടിയ വിളക്ക് വെച്ച് അവളുടെ തലക്കിട്ട് കുറെ അടി കൊടുത്തു. എന്നിട്ട് ആ മന്ത്രവാദി കൊടുത്ത കത്തിയെടുത്ത് അവളെ കുത്താൻ ഒരുങ്ങിയതും അയാൾക്കതിന് സാധിച്ചില്ല. മനസ്സിൽ എവിടെയോ ഒരു കുറ്റബോധം. എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ മകളാണല്ലോ. ബോധം പോയ അവളെ അയാൾ ഒരു ചാക്കിലാക്കി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, കുമല, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് ചെയ്തതെല്ലാം തെറ്റാണ്. ഞാൻ നിന്നെ ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. നിന്റെ ഉള്ളിൽ നിന്ന് ആ പിശാചിന്റെ ആത്മാവിനെ ഞാൻ എടുത്ത് കളയും. ശേഷം ഇനിയുള്ള കാലം നിനക്ക് വേണ്ടി മാത്രം ജീവിക്കും. പെട്ടെന്ന് ചാക്കിൽ നിന്നൊരു ശബ്ദം,
കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇനി എനിക്ക് ആ സ്നേഹം വേണ്ട. പെട്ടെന്ന് ആ ചാക്കിൽ നിന്ന് അവൾ അപ്രത്യക്ഷമായി. ഇത് എവിടെ പോയി എന്ന് സോൾജി നോക്കാൻ തിരിഞ്ഞതും പിറകിലൂടെ ചാടി വീണ് അവന്റെ കാലിലും കയ്യിലുമൊക്കെ അവൾ കുത്തി. പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു മരപ്പെട്ടി വെച്ച് സോൾജി അവൾക്കിട്ട് ഒരു അടി കൊടുത്തതും അവൾ താഴെ വീണു. സമയം ഒട്ടും കളയാതെ സോൾജി ആ കത്തിയെടുത്ത് അവളുടെ നെഞ്ചിൽ കുത്തിയിറക്കി. തന്റെ മകളെ താൻ കൊന്നല്ലോ എന്ന് സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ ഇരുന്ന് കരഞ്ഞ സോൾജിയുടെ മുൻപിലേക്ക് ചിരിച്ചുകൊണ്ട് പിന്നെയും അവൾ എഴുന്നേറ്റ് നിൽക്കുവാണ്. എന്നിട്ട് അവൾ പറഞ്ഞു, ഇത്രയൊക്കെ മാറ്റങ്ങൾ എനിക്ക് കുമലിയിൽ വരുത്താമെങ്കിൽ അവളുടെ ഹൃദയവും മാറ്റാൻ പറ്റില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് ഹൃദയത്തിന്റെ വലത് ഭാഗത്ത് കുത്തിയാലേ സുമല മരിക്കുള്ളായിരുന്നു. പക്ഷേ സോൾജി കുത്തിയ ഭാഗത്ത് ഹൃദയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും അവൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ബാക്കി കാര്യം പറയണ്ടല്ലോ. നമ്മുടെ സോൾജിയെയും അങ്ങേയറ്റം ക്രൂരമായി തന്നെ അവൾ കൊന്നു. അടുത്ത ദിവസം രാവിലെ ആ ചോളത്തോട്ടത്തിൽ നാട്ടുകാർ കണ്ടത് ദാരുണമായ കാഴ്ചയായിരുന്നു. മുൻപ് സോൾജി കുമലയെ ആ ചോളത്തോട്ടത്തിൽ ശിക്ഷിച്ചില്ലേ, അതുപോലെ സോൾജിയുടെ ശരീരവും പാടത്തെ കോലം പോലെയാക്കി നിർത്തിയിരിക്കുവാണ്. 2 കണ്ണിലും കമ്പ് കുത്തിയിറക്കി. അവിടം കൊണ്ട് തീർന്നില്ല അവളുടെ കലി. സോൾജിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത ആ മന്ത്രവാദിയെയും അവൾ ക്രൂരമായി തന്നെ കൊന്നു. ശേഷം സുലയുടെയും സോൾജിയുടെയും ബോഡിയൊക്കെ അവിടുത്തെ നാട്ടുകാർ ചേർന്ന് അടക്കി. അങ്ങനെ ഈ കഥയൊക്കെ ആയയുടെ മകൻ എല്ലാവർക്കും വിശദമായി പറഞ്ഞു കൊടുത്തു. അവന്റെ ചെറുപ്പത്തിൽ അവൻ നേരിട്ട് കണ്ടതാണ് ആ നാട്ടുകാരോട് അവൻ പറഞ്ഞത്. കുമലയുടെയും സുമലയുടെയും ആത്മാക്കളെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് രാത്രിയായാൽ ആരും പുറത്തേക്ക് ഇറങ്ങി വെറുതെ അവൾക്ക് ഇരയാകാൻ നിൽക്കാതിരിക്കുക എന്നതാണ്. ശേഷം അവരെല്ലാം കുമലയുടെയും സുമലയുടെയും ആത്മാവിന് വേണ്ടി പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാൾ രാത്രി പുറത്തിറങ്ങുവാണ്. പെട്ടെന്ന് അവിടെ ഒരു സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് നോക്കി അയാൾ കാണുന്നത് അയാളുടെ ഭാര്യയുടെ വയറ് കീറി അത് പച്ചയ്ക്ക് തിന്നുന്ന സുമലയെയാണ്. ആ ഒരു പൈശാചിക ശക്തി അത്ര പെട്ടെന്നൊന്നും ആ ഗ്രാമം വിട്ട് പോകില്ല എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്.